ഞാൻ പക്ഷെ മോരുമുള്ള അച്ഛന് കൊടുത്തു, ചൂടല്ലേ അച്ഛൻ കുടിച്ചു, നല്ല മോരുമുള്ളോ കുടിച്ചു നോക്ക് അച്ഛൻ, അച്ഛൻ കുടിച്ചു നോക്ക് ഇങ്ങനെയുണ്ട്, കൊള്ളാവോ? ആ മൊത്തം കുടിക്കണം കേട്ടോ. ഇങ്ങോട്ട് ഞാൻ കളഞ്ഞേക്കാം, ഞാൻ കഴുകിക്കോളാം, ഞാൻ കഴുകാം. ഓക്കെ, ഇനി കുറച്ചുകൂടെ വേണോ? അവിടെ ഇരിക്കും. ഞാനിന്ന് രാവിലെ എത്തി, അച്ഛനെ രാവിലെ ബൈജു കുറിയൊക്കെ ഇടിപ്പിച്ചെത്തി, ബൈജു ഇപ്പോൾ അവൻ വീട്ടിലോട്ട് പോയി. ഞാൻ ഇന്ന് വന്നു, എനിക്കിന്ന് പ്രോഗ്രാം ഉണ്ട് പത്തനംതിട്ട കേട്ടോ അച്ഛാ. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി ഞാൻ വീട് തിരിച്ചു വന്നിട്ട് നാളെ എനിക്ക് വീട്ടിൽ ഷൂട്ടിന് പോകണം. അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ മിടുക്കനായിട്ടിരിക്കുക. അമ്മേ 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 നമുക്കിത് ചോറ് വെച്ചാൽ ചോറ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 12 മണിയായതേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് വലിയ സ്പെഷ്യലൊന്നുമില്ല. ഇന്ന് ഞങ്ങൾക്ക് ചുമന്ന മീൻ വറുത്തതുണ്ട്, പിന്നെ ഉണക്കമീൻ വറുത്തതുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ തൈരുമുണ്ട്, പിന്നെ ഓരോ നാടൻ കോഴിമുട്ട പുഴുങ്ങിയതും. പോരാ അച്ഛാ? ഇതിന് ചോറ്, തൈര്, ചമ്മന്തി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ഒരു മുട്ട പുഴുങ്ങിയത്, ചുമന്ന മീൻ ഒരെണ്ണം വറുത്തത്, പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തത്. അച്ഛൻ കഴിച്ചിട്ട് ചമ്മന്തി അടിപൊളിയാ. ആ മുട്ട മുട്ട അത് മുട്ടയാ. ആ അത് കിടക്കാം, ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനും പുഴുങ്ങി വെച്ചിട്ടുണ്ട്, കഴിക്കാം. അത് നല്ല അച്ഛൻ, അത് കഴിക്കാം. അച്ഛൻ സുന്ദര കുട്ടപ്പനായി കുറിയൊക്കെ തൊട്ടു. ഇത് ഉരുളക്കിഴങ്ങ് കേട്ടോ, ഉരുളക്കിഴങ്ങ്. പക്ഷേ ഈ ഇത് നല്ല ഇതല്ല, ഇതിന്റെ അത് കട്ടിയായിട്ടിരിക്കുന്ന തോന്നുന്നു. മറ്റേ ഇത് രണ്ട് സൈസല്ല. അതെ അതെ, അതാണ് ഇതിനകത്തുള്ള കുഴപ്പത്തിലായത്. അച്ഛൻ കഴിക്കരുത്. കൂടെ ഇട്ട് കുഴച്ചു. ഇതെല്ലാം നശിച്ചായി പോയി. ആ നല്ലതല്ല, നല്ല അച്ഛൻ കഴിക്കാം, നല്ല അച്ഛൻ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം. അത് കഴിക്കണം. അച്ഛൻ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം. കൊള്ളാവോ? ഉപ്പൊക്കെ ഉണ്ടല്ലേ? നല്ല തൈരും ചമ്മന്തിക്ക് നല്ല കാന്താരിയൊക്കെ അരച്ച്, കാന്താരിയും. അച്ഛനെ ഉരുളക്കിഴങ്ങ് ഇട്ട് പുതുക്കുക, പക്ഷെ ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടി ഇട്ടത് കഴിച്ചത്. ഞാനങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിൽ നിന്നൊരു വെളുപ്പിന് 5 മണിയാകുമ്പോൾ തിരിച്ച് എന്നിട്ടൊരു രാവിലെ 8:30 ആയപ്പോൾ ഇവിടെ എത്തി. ഞാൻ വന്നപ്പോൾ ബൈജു വീട്ടിലോട്ട് പോയി. പിന്നെ അവൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കറികൾ ഞാൻ വന്ന് വെച്ചു. കറിയൊന്നുമില്ല, ചമ്മന്തിയും ഈ മുട്ട ഒഴുങ്ങിയതും മീൻ വറുത്തതും മെഴുക്കുവരട്ടിയും മാത്രമേ ഉള്ളായിരുന്നു. ഇനി ഉച്ചയ്ക്ക് പ്രോഗ്രാം ഉണ്ട്, അപ്പോഴത്തേക്ക് ബൈജു വരും. ഇന്ന് പത്തനംതിട്ടയിലെ പരിപാടി, വൈകിട്ട് 6:30 പള്ളിയിലാണ്. എന്നിട്ട് നാളെ തിരിച്ച് പോകണം, വീണ്ടും പോകണം. 8-ാം തീയതി തൊട്ട്, ഇല്ല 7-ാം തീയതി തൊട്ട് വീണ്ടും എൻ്റെ ഷൂട്ടിംഗ് ഉണ്ട്. മെയ് ലാസ്റ്റാണ് നമ്മുടെ ടെലികാസ്റ്റിംഗ്. സമയമൊന്നും അറിഞ്ഞിട്ടില്ല. സിറ്റ്കോമാണ്. എൻ്റെ പേര് ഹാപ്പി കപ്പിൾസ് എന്നാണ്, ഹാപ്പി കപ്പിൾസ് കേട്ടോ അച്ഛാ. എൻ്റെ പുതിയ പരിപാടി TV വരുന്നുണ്ട് കേട്ടോ, എൻ്റെ ഞാൻ അഭിനയിക്കുന്നത്. അച്ഛൻ കാണണം കേട്ടോ, അച്ഛൻ കാണണം. ഇതാ ഇതും കൂടെ എടുക്കണേ, മുട്ട. മുട്ടൻ്റെ ഉണക്കമീനുണ്ട്, മീനും കൂടി ഇട്ട് കൊടുക്കില്ല, അച്ഛൻ കഴിക്കത്തില്ല. ചുമന്ന മീൻ, വറുത്ത മീന എന്താ കട്ടിയുണ്ട്, ചെറുതായിട്ട് കട്ടിയൊക്കെ ഉണ്ട്. ചോറിനൂടെ കഴിച്ചാൽ മതി, കുഴപ്പമില്ല.
കൊള്ളാമോ? അത് ഇത്ര ശരിയല്ല. ശരിയായില്ലേ? ഓ ഇല്ല. നല്ല മുരിഞ്ഞു പോയി. ഇല്ല. ഇനി മുട്ട എടുത്ത് കഴിക്കണേ കേട്ടോ. മുട്ടയും കൂടെ എടുത്ത് കഴിക്കണം കേട്ടോ. മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. നാടൻ മുട്ട കുഞ്ഞുമഴ കൊടുക്കുന്നുണ്ട്. കണ്ടിരിക്കുന്ന എടുക്കണേ. ഇത് മീനൊന്നും ഇല്ല. ഇന്ന് മീൻ ഉണക്കമീനുണ്ട്. ചേട്ടൻ്റെ ഉണക്കമീൻ കണ്ടിരിക്കുന്നത്. വേണ്ടേ? ഇന്ന് വേറെ നമ്മൾ മീൻ മേടിച്ചില്ലല്ലോ. മീനൊന്നുമില്ല. മീനേ ഇല്ല. നോക്കിയോ ഇതിനകത്ത് ഇറച്ചിയായാലും ഏതായാലും ശരി. ഇതാണ് ഈ മുട്ടയോടെ എടുത്ത് കഴിക്കണേ. അച്ഛൻ കഴിക്കും. എനിക്കിരിപ്പുണ്ട് അച്ഛൻ. എനിക്കിരിപ്പുണ്ട് അച്ഛൻ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം കേട്ടോ. മുട്ടയെ എനിക്കിരിപ്പുണ്ട്. ഞാൻ ഷൂട്ടിന് പോയപ്പോൾ ബൈജു എപ്പോഴും വീഡിയോ അച്ഛൻ ചോറിനൊക്കെ വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കും. എപ്പോഴും അച്ഛൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് കാണിക്കും. ആരാച്ചാ അച്ഛൻ്റെ തിന്നതില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സമാനമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും മനസ്സിവിടെ ആയിരിക്കും. എന്തായാലും അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ല. ചോ ആ മുട്ടയോടെ എടുത്ത് കഴിക്കണേ. ആ എടുത്ത് കഴിക്കത് അതേ ഉള്ളൂ. അത് കഴിച്ചാൽ മതി. രണ്ടെണ്ണം കഴിക്കും. ഓക്കെ. ആ തിന്നണം കേട്ടോ. ചില താടിയൊക്കെ വളർന്നിനി ഞാൻ പോയിട്ട് വന്നിട്ട് വേണം ഷേവ് ചെയ്യിപ്പിക്കണം. എനിക്ക് പോയിട്ട് ഒന്നിട്ടൊന്നിനും ഷൂട്ട് ഇനി 16, 17, 18 അങ്ങനെ 17, 18 ഇല്ല ഷൂട്ടിങ്ങില്ല. 15 വരും. എന്നിട്ട് അച്ഛനെ അപ്പോഴത്തേക്ക് ഷേവൊക്കെ ചെയ്യിപ്പിക്കണം. ചോ ആ മുട്ടയോടെ എടുക്ക്. നാണ്ടിരിക്കുന്നു. ആണേ ഇത് എടുക്കണേ. ആ എടുക്കണം കേട്ടോ. നല്ല ഇതും കൂടെ എടുത്ത് കഴിക്കണേ കേട്ടോ. കഴിക്കാതിരിക്കല്ലേ. അതും കൂടെ എടുക്ക്. അതെടുക്ക്. ആ മുട്ട എടുക്ക്. ആ താണേ അതാണ് ഇതുകൊണ്ട് കഴിക്കും. മുട്ട അടിക്കത്തില്ല. മൊത്തം തീരെ വരുന്നില്ല. അച്ഛൻ മുട്ട അടിക്കാനല്ലേ പറഞ്ഞേ. ബെസ്റ്റ്. അച്ഛൻ പറഞ്ഞ മുട്ട അടിക്കത്തില്ലെന്ന്. ഞാൻ പറയാം മുട്ടയെ ഇത് കഴിക്കാനാ പറഞ്ഞത്. അച്ഛൻ്റെ കോമഡി. അച്ഛൻ ഭയങ്കര കോമഡി ഇടയ്ക്ക്. ചോ ആ മുട്ട ചിത്ര കഴിക്കും. മുമ്പ് ഒരു ഗ്ലാസ് മോരുവെള്ളം കുടിച്ചായിരുന്നു. പിന്നെ രാവിലെ ദോശയും ഏത്തപ്പഴം കഴിച്ചു. വിശപ്പ് കുറവായിരിക്കും. അച്ഛാ അതുകൂടെ കഴിക്കച്ചാ. അതും കൂടെ കഴിക്കുക. ഇത് ഒരു മുട്ട കഴിക്ക്. ഒരു പകുതി കഴിക്കുക. അതവിടെ വെച്ചേക്ക്. ആ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി. ആ അത് കഴിക്കുക. ആ അത് ഒരെണ്ണം കഴിക്കുക. ഒരെണ്ണം കഴിച്ചോ. കഴിക്കത്തില്ലായിരിക്കും. ആ ഒരു മുട്ട കഴിക്കും പ്ലീസ്. ഈ ഒരു മുട്ട കഴിക്കും. ഇത് കഴിക്കുക. ആ അത് കഴിച്ചോ. അത് കഴിച്ചോ. വേണ്ടേ അത്. ഓ അച്ഛൻ കഴിച്ചില്ല. കൈ കഴിട്ടോ കേട്ടോ. കഴിവ് അച്ഛൻ അവിടെ എല്ലാം കഴിവ്. അച്ഛൻ എപ്പം വാഷ് ബേസിൻ്റെ അവിടെ പോയി അച്ഛൻ തന്നെ കഴിവിട്ട് മൊത്തം സൈഡ് മൊത്തം ഇട്ടിട്ട് കഴിവ്. നമ്മൾ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ കഴിവ്. ചോ വാ സാറ് കൊണ്ട് വാ. സാറ് വന്ന് അത് കഴിവുണ്ടച്ചാ. ഇനി വാ. എങ്ങും പോകുന്നില്ല. ഇങ്ങോട്ട് പോകില്ല. അച്ഛൻ്റെ അടുത്ത് നമുക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ഹായ് പറയച്ച. ഒരു ഹായ് പറയച്ച. ഹായ് ഒരു ഹായ് പറയോ. ഒരു ഹായ് പറയോ. ഒരു ഹായ് പറ. ഇവിടെ പറ. ഇത് അവിടുത്തെ ഹാജര്
അതുകൊണ്ടും പറഞ്ഞ അതൊക്കെ ഇതാരൊക്കെ നേരത്തെ ഇത് കേട്ടതാ. RC നായരും ആദ്യം കേട്ടതാ. RC നായരും മോനുമാണ്. അല്ലെ ഇതൊക്കെ സതീഷ്. ഇത് നല്ലോണം കേട്ടിട്ട് അത് തന്നെ അപ്പോൾ ഓക്കേ. അദ്ദേഹം സതീഷ്. പ്രായം അദ്ദേഹം സതീഷ് അത് പ്രായമായി പ്രായമായി. എനിക്ക് വയസ്സായി കേട്ടോ. അച്ഛൻ ചെറുപ്പക്കാരൻ, ഞാൻ വയസ്സായി. ഒരു ഹായ് പറ എല്ലാവർക്കും. ഒരു ഹായ് പറ. ഒരു ഹായ് എന്ന് പറ. ഹായ് പറ. ഹായ് ഹായ്. യെസ് ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ. അടിപൊളി. എല്ലാവർക്കും ഹായ്.